എല്ലാ കൂട്ടുകാർക്കും സ്മാർട്ട് ക്ലാസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 നടക്കാൻ പോകുന്ന PSC എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള റിവിഷൻ ടെസ്റ്റാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1. ജോർജ് ഓണക്കൂർ എഴുതിയ ഏതു കൃതിക്കാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹൃദയരാഗങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇവരിൽ ആർക്കാണ് 2021 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, TP ഔസേപ്പ്. അഞ്ജു ബോബി ജോർജ്, ബോബി അലോഷ്യസ്, ലേഖ തോമസ് എന്നിവരുടെ കോച്ചായിരുന്നു TP ഔസേപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 3. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ജഡായു. കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് ഈ ജഡായു പാറ സ്ഥിതി ചെയ്യുന്നത്. ഇത് ഡിസൈൻ ചെയ്തത് പ്രശസ്ത ചലച്ചിത്ര സംവിധായകനായ രാജീവ് അഞ്ചലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4. ലോകത്താദ്യമായി പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ക്വസ്റ്റ്യൻ നമ്പർ 5. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, സജി ചെറിയാൻ. ക്വസ്റ്റ്യൻ നമ്പർ 6. നിലവിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഡോക്ടർ MR ബൈജു. ക്വസ്റ്റ്യൻ നമ്പർ 7. എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 13. ക്വസ്റ്റ്യൻ നമ്പർ 8. അന്ന ബെന്നിന് 2021 ഏതു പുരസ്കാരമാണ് ലഭിച്ചത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്. മികച്ച നടിക്കുള്ള അവാർഡാണ് 2021 അന്ന ബെന്നിന് ലഭിച്ചത്. കപ്പേള എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ഇവർക്ക് അവാർഡ് ലഭിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 9. ഡോക്ടർ ശോശാമ്മ ഐപ്പിന് 2022 പത്മശ്രീ പുരസ്കാരം ഏതു വിഭാഗത്തിലെ സേവനത്തിനാണ് ലഭിച്ചത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മറ്റുള്ളവ. അതായത് വെച്ചൂർ പശുക്കളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ് 2022 ഡോക്ടർ ശോശാമ്മ ഐപ്പിന് പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 10. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് എന്ന നാമം സ്വീകരിച്ചത് ഏതു വർഷത്തിൽ ആണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 2002. ക്വസ്റ്റ്യൻ നമ്പർ 11. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, അലൂമിനിയം, സിലിക്ക. സിയാൽ എന്നാണ് വൻകര ഭൂവൽക്കം അറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 12. താഴെ തന്നിരിക്കുന്നതിൽ അവസാദ ശിലയ്ക്ക് ഉദാഹരണമല്ലാത്തത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ബസാൾട്ട്. ബസാൾട്ട് ഒരു ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 13. ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നതെന്ന്? കറക്റ്റ് ആൻസർ ഇതിനകത്തില്ല, ഡിസംബർ 5 ആണ്, ഡിസംബർ 5. ക്വസ്റ്റ്യൻ നമ്പർ 14. താഴെ തന്നിരിക്കുന്നതിൽ മടക്കു പർവ്വത നിരയ്ക്ക് ഉദാഹരണം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബി ആൻഡ് സി, അതായത് അറ്റ്ലസ്, ആൽപ്സ്. ഇത് രണ്ടും മടക്കു പർവ്വത നിരയ്ക്ക് ഉദാഹരണമാണ്, അറ്റ്ലസും ആൽപ്സും. പശ്ചിമഘട്ടം അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ്. ഹിമാലയം, ആരവല്ലി, ആൽപ്സ്, ആൻഡീസ്, റോക്കീസ്, യൂറാൽസ്, അറ്റ്ലസ് എല്ലാം മടക്കു പർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഒന്നുകൂടി പറയാം, ഹിമാലയം, ആരവല്ലി, ആൽപ്സ്, ആൻഡീസ്, റോക്കീസ്, യൂറാൽസ്, അറ്റ്ലസ് ഇതെല്ലാം മടക്കുപർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ മടക്കുപർവ്വതം ആരവല്ലിയാണ്. അതേപോലെ ഏറ്റവും പുതിയ മടക്കുപർവ്വതമാണ് ഹിമാലയം. ക്വസ്റ്റ്യൻ നമ്പർ 15. കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, മലവെള്ളപ്പാച്ചിൽ. ക്വസ്റ്റ്യൻ നമ്പർ 16. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, UP.
ക്വസ്റ്റ്യൻ നമ്പർ 17. 1,00,000-ലധികവും 10,00,000-ൽ താഴെയും ജനസംഖ്യയുള്ള നഗരങ്ങൾ അറിയപ്പെടുന്ന പേര്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, നഗരം. ക്വസ്റ്റ്യൻ നമ്പർ 18. ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. ക്വസ്റ്റ്യൻ നമ്പർ 19. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജില്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, പാലക്കാട്. ക്വസ്റ്റ്യൻ നമ്പർ 20. താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ലഡാക്ക്, സസ്കർ. കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നിവയാണ് ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 21. താഴെ പറയുന്നവയിൽ അവകാശ പത്രികയിൽ ഒപ്പുവച്ച ബ്രിട്ടീഷ് രാജാവ് ആരാകുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, വില്യംസ് 3. ക്വസ്റ്റ്യൻ നമ്പർ 22. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ ഓഫീസർ. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, വിശ്വാസ് മേത്ത. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിരുന്നു യശ്വർദ്ധൻ കുമാർ സിൻഹ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിരുന്നു യശ്വർദ്ധൻ കുമാർ സിൻഹ. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ ഓഫീസറാണ് വിശ്വാസ് മേത്ത. ക്വസ്റ്റ്യൻ നമ്പർ 23. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 450 × 300 mm. നമ്മൾക്കിപ്പോൾ നിർമ്മിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പതാകയുടെ അളവാണ് 6300 × 4200 mm. 6300 × 4200 mm. ഇതെല്ലാം പ്രീവിയസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 24. പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാകുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 28-1. ക്വസ്റ്റ്യൻ നമ്പർ 25. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 293. ക്വസ്റ്റ്യൻ നമ്പർ 26. താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നിർവഹിച്ചിട്ടില്ലാത്ത വ്യക്തി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജസ്റ്റിസ് ഗോപാൽ ബല്ലഭ് പട്നായിക്. ക്വസ്റ്റ്യൻ നമ്പർ 27. വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതായിരുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 8. ക്വസ്റ്റ്യൻ നമ്പർ 28. ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താൽപ്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യസമര കാലത്ത് ഉയർന്നു വന്നതാകുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അമേരിക്ക. ക്വസ്റ്റ്യൻ നമ്പർ 29. ശിശുവിന് വാത്സല്യം, സ്വാതന്ത്ര്യം, സമാധാനം, സമഭാവന, സഹാനുഭൂതി എന്നിവയിലൂന്നി വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ട് എന്ന് പ്രഖ്യാപിച്ച UN പ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1989 നവംബർ 20. ക്വസ്റ്റ്യൻ നമ്പർ 30. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും. ക്വസ്റ്റ്യൻ നമ്പർ 31. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 1885. 1885 ഡിസംബർ 28 എ.ഒ. ഹ്യൂം സെക്രട്ടറിയായും W.C. ബാനർജി പ്രസിഡന്റായുമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 32. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ചമ്പാരൻ സത്യാഗ്രഹം. 1917 ബീഹാറിലാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 33. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ജവഹർലാൽ നെഹ്റു. ക്വസ്റ്റ്യൻ നമ്പർ 34. സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഫസൽ അലി.
ക്വസ്റ്റ്യൻ നമ്പർ 35. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, കഴ്സൺ പ്രഭു. 1905 ബംഗാൾ വിഭജനം നടന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 36. 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കാൺപൂർ. ക്വസ്റ്റ്യൻ നമ്പർ 37. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേരെന്തായിരുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, റാണി ഝാൻസി റെജിമെന്റ്. ക്വസ്റ്റ്യൻ നമ്പർ 38. സാന്താൾ കലാപം നടന്ന പ്രദേശം ഏതായിരുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, രാജ്മഹൽ കുന്നുകൾ. ക്വസ്റ്റ്യൻ നമ്പർ 39. ചുവടെ തന്നിട്ടുള്ളതിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതായിരുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മറാത്ത. ക്വസ്റ്റ്യൻ നമ്പർ 40. സ്വതന്ത്ര ഇന്ത്യ ബൊക്കോറോയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാഷ്ട്രം ഏതായിരുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സോവിയറ്റ് യൂണിയൻ. ക്വസ്റ്റ്യൻ നമ്പർ 41. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, പാലക്കാട്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 42. ചുവടെ തന്നിട്ടുള്ളതിൽ കേരളത്തിന്റെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കബനി. കേരളത്തിൽ 44 നദികളാണുള്ളത്. അതിൽ 41 പടിഞ്ഞാറോട്ടൊഴുകുന്നു, ബാക്കി 3 കിഴക്കോട്ടൊഴുകുന്നു. കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. ക്വസ്റ്റ്യൻ നമ്പർ 43. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ചിങ്ങം 1. ക്വസ്റ്റ്യൻ നമ്പർ 44. ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, കൊല്ലം. ക്വസ്റ്റ്യൻ നമ്പർ 45. ചുവടെ തന്നിട്ടുള്ളതിൽ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരം ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, KM ബീനാമോൾ. 2002 ബീനാമോൾക്ക് ഖേൽരത്ന അവാർഡ് ലഭിച്ചത്. അതേപോലെ KM ബീനാമോൾ, അഞ്ജു ബോബി ജോർജ്, PR ശ്രീജേഷ് എന്നിവർക്ക് ഖേൽരത്ന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഒന്നുകൂടി പറയാം, KM ബീനാമോൾ, അഞ്ജു ബോബി ജോർജ്, PR ശ്രീജേഷ്, ഇവർക്ക് 3 പേർക്കും ഖേൽരത്ന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 46. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, തൃശൂർ. ക്വസ്റ്റ്യൻ നമ്പർ 47. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതായിരുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, പള്ളിവാസൽ. 1940 മുതിരമ്പുഴയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത്. 37.5 മെഗാവാട്ടാണ് ഇതിന്റെ ശേഷി. ക്വസ്റ്റ്യൻ നമ്പർ 48. കേരളത്തിൽ നിലവിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ഉള്ളത്? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 4. ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, കോഴിക്കോട്. ക്വസ്റ്റ്യൻ നമ്പർ 49. കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, തൃശൂർ. ക്വസ്റ്റ്യൻ നമ്പർ 50. എൻ്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയതാര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്രൊഫസർ KV തോമസ്. ക്വസ്റ്റ്യൻ നമ്പർ 51. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതായിരുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, കീഴരിയൂർ ബോംബ് കേസ്. ക്വസ്റ്റ്യൻ നമ്പർ 52. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1949. ക്വസ്റ്റ്യൻ നമ്പർ 53. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന ഒരേ ഒരു മലയാളി ആരായിരുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, C ശങ്കരൻ നായർ. അതായത് ചേറ്റൂർ ശങ്കരൻ നായർ 1897 അമരാവതി സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു C ശങ്കരൻ നായർ. ക്വസ്റ്റ്യൻ നമ്പർ 54. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാരായിരുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, വാഗ്ഭടാനന്ദൻ. ക്വസ്റ്റ്യൻ നമ്പർ 55. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് ഉദ്ബോധിപ്പിച്ചതാര്?
കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ശ്രീനാരായണ ഗുരു. ക്വസ്റ്റ്യൻ നമ്പർ 56. ചുവടെ തന്നിട്ടുള്ളതിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥമേത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, പ്രാചീന മലയാളം. ക്വസ്റ്റ്യൻ നമ്പർ 57. ആധുനിക കാലത്തെ അത്ഭുതമെന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവമേത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്ഷേത്രപ്രവേശന വിളംബരം. ക്വസ്റ്റ്യൻ നമ്പർ 58. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതാര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, കുമാരഗുരുദേവൻ. ക്വസ്റ്റ്യൻ നമ്പർ 59. വി ടി ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, നാടകം. ക്വസ്റ്റ്യൻ നമ്പർ 60. ചുവടെ തന്നിട്ടുള്ളവയിൽ സി കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവമേത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, കോഴഞ്ചേരി പ്രസംഗം. ക്വസ്റ്റ്യൻ നമ്പർ 61. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്ര? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 24. ക്വസ്റ്റ്യൻ നമ്പർ 62. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, കരൾ. ക്വസ്റ്റ്യൻ നമ്പർ 63. കാൽസ്യത്തിന്റെ അപര്യാപ്തത ശരീരത്തിന്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മേൽ പറഞ്ഞവയെല്ലാം. അതായത് രക്തം കട്ടപിടിക്കൽ, പേശി പ്രവർത്തനം, എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യം, ഇതിനെയെല്ലാം ബാധിക്കുന്നു. കാൽസ്യത്തിൻ്റെ അപര്യാപ്തത ഇതിനെയെല്ലാം ബാധിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 64. മനുഷ്യ രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്ലാസ്മയിൽ കാണപ്പെടുന്നു. ഇതാണ് യോജിക്കാത്ത പ്രസ്താവന. മനുഷ്യ രക്തത്തിലെ ഹീമോഗ്ലോബിന് ചുവന്ന രക്താണുക്കളിലാണ് കാണപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 65. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1, 2. നമുക്ക് നോക്കാം. വൈറ്റ് കെയിൻ, ടോക്കിംഗ് വാച്ച് ഇവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. നാലാമത്തെ പ്രസ്താവന എന്താണ്? ടാക്ടൈൽ വാച്ച്, ബ്രെയിൽ ലിവി ഇവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. ഈ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 66. താഴെ തന്നിരിക്കുന്നവയിൽ വെണ്ടയുടെ ഇനം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, അനാമിക. ഉജ്ജ്വല പച്ചമുളകിന്റെ ഒരു സങ്കര ഇനമാണ്. അതേപോലെ നീലിമ വഴുതനയുടെ ഒരു സങ്കര ഇനമാണ്. മുക്തി തക്കാളിയുടെ ഒരു സങ്കര ഇനമാണ്. അനാമിക എന്താണ്? വെണ്ടയുടെ ഒരു സങ്കര ഇനമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 67. അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിന്റെ പ്രധാന ഉറവിടം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, വാഹനങ്ങളിൽ നിന്നുള്ള പുക. ക്വസ്റ്റ്യൻ നമ്പർ 68. താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്ഥലത്തെ കണ്ടൽക്കാടുകളിലാണ് കടുവകൾ കാണപ്പെടുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, പശ്ചിമ ബംഗാളിലെ സുന്ദർബൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 69. വിഘാടകർ എന്ന വിഭാഗത്തിൽ പെടുന്നതിനെ കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയതാണ് വിഘാടകരിൽ ഉൾപ്പെടുന്നത്. വൈറസ് ആ കൂട്ടത്തിൽ ഉൾപ്പെടുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 70. ലോകത്ത് ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഇന്ത്യ. ക്വസ്റ്റ്യൻ നമ്പർ 71. ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ ഡാഷ് എന്ന് പറയുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഐസോടോപ്പുകൾ. ക്വസ്റ്റ്യൻ നമ്പർ 72. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മോസ്ലി. ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് മെൻഡലീഫ് ആണ്. തൃകങ്ങൾ എന്നത് കൊണ്ടുവന്നത് ഡൊബറൈനർ ആണ്. അതേപോലെ ന്യൂസിലാൻഡിന്റെ അഷ്ടക നിയമം. ക്വസ്റ്റ്യൻ നമ്പർ 73. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഓക്സിജൻ. ക്വസ്റ്റ്യൻ നമ്പർ 74. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയണിന്റെ അയിര് ഏതാണ്?
ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഹേമറ്റൈറ്റ്. ഹേമറ്റൈറ്റ് ആണ് ഇരുമ്പിൻ്റെ അയിര്. ബോക്സൈറ്റ് എന്തിൻ്റെ അയിരാണ്? അലൂമിനിയത്തിൻ്റെ അയിരാണ്. അതേപോലെ കലാമിൻ സിങ്കിൻ്റെ അയിരാണ്. കുപ്രൈറ്റ് കോപ്പറിൻ്റെ അയിരാണ്. ക്വസ്റ്റ്യൻ നമ്പർ 75. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽ തരം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് നൈലോൺ. ക്വസ്റ്റ്യൻ നമ്പർ 76. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതന കോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്രയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് 60 ഡിഗ്രി. അതായത് പതന കോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 77. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് പ്രതലബലം. ക്വസ്റ്റ്യൻ നമ്പർ 78. ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കരവസ്തുക്കളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 79. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എപ്പോഴാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് 4 ഡിഗ്രി സെൽഷ്യസ്. ക്വസ്റ്റ്യൻ നമ്പർ 40. മാസ് പകുതിയാകുകയും പ്രവേഗം ഇരട്ടിയാകുകയും ചെയ്താൽ വസ്തുവിൻ്റെ ഗതികോർജം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഇരട്ടിയാകുന്നു. താങ്ക് യു.